ശ്രീ വി ടി ബാലറാം MLA ഒരു വീഡിയോ കാണാനിടയായി. അദ്ദേഹം ആന്തൂറിലെ കോൺഗ്രസിൻ്റെ 3 സ്ഥാനാർത്ഥികളെ ഒപ്പം നിർത്തിയിട്ട് പറയുകയാണ്, ഇവരെല്ലാം CPMൻ്റെ ഭീഷണിയെ തുടർന്ന് ഒളിവിൽ കഴിയുകയാണെന്ന്. ഇത് പച്ച നുണയാണ്. CPIM ഒരാളെപ്പോലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. CPIMും ഇടതുപക്ഷവും ആവശ്യപ്പെടുന്നത് ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ മുഴുവൻ സീറ്റിലും മത്സരം നടക്കണമെന്നാണ്. പക്ഷേ കോൺഗ്രസ്സിന് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ കിട്ടുന്നില്ല. 6 CPIMൻ്റെ സ്ഥാനാർത്ഥികൾ ഐക്യകണ്ഠേന അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ഞങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും? ഇനിയിപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു കത്തിലൂടെ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണമെങ്കിൽ സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അതല്ലാതെ ഇപ്പോൾ ഇനി എന്ത് ചെയ്യാൻ കഴിയും? എന്നാൽ ഇപ്പോൾ 3 പേരെ കൂടെ നിർത്തി ഇവർ മാർക്സിസ്റ്റുകാരുടെ ഭീഷണിയെ തുടർന്ന് ഒളിവിൽ കഴിയുകയാണെന്ന് പറയുന്ന വി ടി ബാലറാമിനോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇക്കാര്യം എന്തുകൊണ്ടാണ് കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കന്മാർ അറിയാത്തത്? എന്തുകൊണ്ടാണ് അവർ പറയാത്തത്? ആന്തൂറിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റല്ലേ അരിങ്ങളിയൻ നാരായണൻ? അദ്ദേഹം ഇക്കാര്യം പറയുന്നില്ലല്ലോ. അദ്ദേഹത്തോട് CPMൻ്റെ പ്രാദേശിക നേതാക്കൾ ചോദിച്ചു. അവർ തമ്മിൽ വലിയ സൗഹൃദമാണ്. അരിങ്ങളിയൻ നാരായണനെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഇതെന്താ വി ടി ബാലറാം ഇങ്ങനെ പറഞ്ഞത്? അതിലെന്തോ വസ്തുതയുണ്ടോ? കാരണം CPIM പ്രവർത്തകന്മാർ സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യമാണ് വി ടി ബാലറാം ഇപ്പം പറഞ്ഞത്. അരിങ്ങളിയൻ നാരായണൻ പറയുന്നത് വി ടി ബാലറാം ഞങ്ങളോടൊന്നും ചോദിക്കാതെ അദ്ദേഹത്തിന് തോന്നിയ മാതിരി പറഞ്ഞതാണ് എന്നാണ്. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ. CPIMനെതിരായി മത്സരിക്കുന്ന 14 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുണ്ട് ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ. അതിൽ 3 ആളെ മാത്രമാണ് ഭീഷണിപ്പെടുത്തിയെന്ന് ഇവർ പറയുന്നത്. ബാക്കി 11 സ്ഥാനാർത്ഥികൾ നാട്ടിലില്ലേ? ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവരെയും ഭീഷണിപ്പെടുത്തണ്ടേ? യഥാർത്ഥത്തിൽ അവരൊന്നും ഒളിവിലല്ലല്ലോ, അവരൊക്കെ തെളിവിലുണ്ടല്ലോ. എന്തിനാ ഈ പച്ച നുണ പറയുന്നത്? വി ടി ബാലറാമിനൊരു പ്രത്യേകതയുണ്ട്. AKGയെ ബാലപീഡകനെന്ന് ആക്ഷേപിച്ച് അപമാനിച്ച ഒരു MLA ആണ്. ഇതൊക്കെ കോൺഗ്രസ് തന്നെയാണോ? ഇനി അദ്ദേഹം നാളെ കോൺഗ്രസ്സിലുണ്ടാവുമോ? ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP അല്ലേ? EMSനെ പരസ്യമായി അപമാനിച്ച ഒരു MLA ആണ് ഇദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹം ഇത്തരത്തിലുള്ള നിരവധി നുണകൾ പറയും. അതിലൊന്നും ആരും വിശ്വസിക്കാൻ പാടില്ല. ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ പറയുന്നത് കേട്ടു വി ടി ബാലറാം. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുമ്പോഴല്ലേ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? അദ്ദേഹത്തിൻ്റെ ആ അടിയന്തരാവസ്ഥ നടപ്പാക്കിയ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരായി ഒരക്ഷരം പറഞ്ഞോ? ഉരിയാടിയോ? കോൺഗ്രസ്സുകാർ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് തമാശയാണ് തോന്നുക. പത്രമാരണ നിയമം നടപ്പാക്കി നാവടക്കൂ പണിയെടുക്കൂ എന്ന് നാട്ടുകാരോട് പറഞ്ഞ് പല പ്രതിപക്ഷ നേതാക്കളെയും പിടിച്ച് ജയിലിലടച്ച് ഇങ്ങനെ ഭരിച്ച ഒരു കാലമുണ്ടായിരുന്നു വി ടി ബാലറാം കോൺഗ്രസ്സിന്. മറക്കരുത്. ഇനി അദ്ദേഹത്തിനെതിരായി മണ്ഡലത്തിൽ നടക്കുന്ന ജനങ്ങളുടെ നേതൃത്വത്തിലുള്ള സമരത്തെക്കുറിച്ച് ഒരക്ഷരം പറയട്ടെ. പട്ടിത്തറ ഗവൺമെൻറ് LP സ്കൂളിന് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു 78 ലക്ഷം ഉറുപ്പികയുടെ വികസന പ്രവർത്തനം നടന്നു, കെട്ടിടം പണിയാൻ. ആ കെട്ടിടമല്ലേ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണത്? അതിനെ തുടർന്നല്ലേ ഇപ്പം അന്വേഷണം നടക്കുന്നത്, വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ. ആരെയാണ് കെട്ടിടം പണിയാൻ ഏൽപ്പിച്ചത്? PWD അല്ലേ ചെയ്യേണ്ടത്? അന്വേഷണം നടക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കെട്ടിടം പണിതത് PWD അല്ല, മറ്റൊരു ഏജൻസിയാണ്. ആ പണി നടത്തിയ ഏജൻസി തന്നെയല്ലേ ബാലറാമിൻ്റെ വീട്ടിൻ്റെ പണിയെടുത്തത്? ഇവർ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അതുകൊണ്ട് ആദർശം പറയാനേ ഉള്ളൂ ബാലറാമേ. ആദർശം പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ച് അഴിമതി നടത്തി മുന്നോട്ട് പോകുന്ന സംസ്കാരമാണ് കോൺഗ്രസിൻ്റേത്. ഇവിടെ ഒരാളെയും CPIM ഭീഷണിപ്പെടുത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് നടക്കണം. തെരഞ്ഞെടുപ്പ് നടന്നാൽ തന്നെ ആന്തൂർ മുനിസിപ്പാലിറ്റി 28 സീറ്റും ഇടതുപക്ഷം ജയിക്കും.